വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. ഇന്ന് കുറച്ച് അടുക്കള വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങി, അടുക്കള വിശേഷങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ എന്താണ് വെക്കുന്നതെന്ന് വെച്ചാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എന്താ പറയുക, ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മാവൊക്കെ അരച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മാവ് അരച്ചത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായി അരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അരയ്ക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും ഇടിയപ്പമാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കടല ഇന്നലെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു രാത്രി, അപ്പോൾ അത് കറി വെക്കണം, കടലക്കറി വെക്കണം. പിന്നെ കുറച്ച് ഉപ്പേരി ആക്കണം കേട്ടോ മോൾക്ക് കൊടുത്തയക്കാൻ. കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്, കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീച്ചതും അത് അപ്പോൾ തന്നെ വെച്ചു കേട്ടോ, കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് ഞാനിത് ഉപ്പേരി ആക്കണം കേട്ടോ. മോൾക്ക് ചോറ് കൊടുത്തയക്കണമല്ലോ, അപ്പോൾ അതിന് അവൾക്ക് ഉപ്പേരി കടലയാണെന്ന് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഉള്ളി നന്നായി വഴറ്റി, പിന്നെ അതിൽ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഉപ്പേരിയാക്കി കേട്ടോ. പിന്നെ ചോറ് ഇതാ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ചാക്സണിൽ ഇറക്കി വെച്ചു. പിന്നെ ഇത് മോൾക്ക് കൊടുത്തയക്കാനുള്ള കടലക്കറിയാണ്. കടലക്കറിയല്ല, കടല ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ കടലുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കടലക്കറി വെക്കണമല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണല്ലോ, അപ്പോൾ അതിന് കടലക്കറി വെക്കണം. അപ്പോൾ നമുക്ക് കടലക്കറി വെക്കാൻ കുറച്ച് സവാളയും തക്കാളിയും എല്ലാം, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയിട്ട് അതൊന്ന് കുറച്ചെടുത്തിട്ട് തേങ്ങയും പിന്നെ കുറച്ച് വേവിച്ച് വെച്ച കടലയും പിന്നെ ഈ ഉള്ളി സവാള വഴറ്റിയിട്ടുണ്ടല്ലോ അതെല്ലാം കൂടിയിട്ട് അരച്ചിട്ട് നമുക്ക് കറി വയ്ക്കാം. അങ്ങനെയാണ് കേട്ടോ ഞാൻ വയ്ക്കാറ്. അപ്പോൾ കുറച്ചധികം ചാറ് നമുക്ക് വയ്ക്കുകയും ചെയ്യാം, ഒരുപാട് വെള്ളം പോലെ ആവുമില്ല കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ മെയിൻ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കും അത് തന്നെയാണ്, പിന്നെ രാവിലേക്കും അത് തന്നെയാണ് കേട്ടോ. 2 നേരത്തേക്കും കൂടി ചേർത്തിട്ടാണ് ഞാൻ കടലക്കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ കിട്ടിയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡെയിലി അതിലാണ് കേട്ടോ വെക്കുന്നത്. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, അതിൽ കുക്ക് ചെയ്യാനൊക്കെ നല്ല രസമുണ്ട്. അപ്പം ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കരിയില്ല, അടിപിടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ നമുക്ക് എണ്ണയുടെ ഉപയോഗം ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും കേട്ടോ ഇതിൽ ഉപയോഗിക്കുമ്പോൾ. പിന്നെ അപ്പുറത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഇടിയപ്പത്തിന് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം മാവ് കുഴയ്ക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ് വെച്ചത് കേട്ടോ. പിന്നെ അതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് പിന്നെ ചില്ലിയല്ല ചിക്കൻ മസാല കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറിയിട്ട് അതൊന്ന് കുറച്ചെടുത്ത് നമുക്ക് അരയ്ക്കുമ്പോൾ അതെല്ലാം കൂടിയിട്ട് അരയ്ക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഇടിയപ്പത്തിനുള്ള മാവ് കുറച്ചേ എടുക്കണുള്ളൂ കേട്ടോ, എനിക്ക് മോൾക്കും മാത്രമാണ്. പിന്നെ കണ്ണം ചേച്ചി പിന്നെ കഴിക്കില്ലല്ലോ, ഇതൊന്നും കഴിക്കില്ല കേട്ടോ, മറ്റേ ദോശ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ എന്നാലും ഞാനും മോളും കഴിച്ചാലും പിന്നെയും ബാക്കി വരും കേട്ടോ, കുറച്ചെടുത്താലും അത് പിന്നെയും ബാക്കി വരും. പിന്നെ ഇതാ മാവൊക്കെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നൂലിപ്പുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ പ്ലേറ്റിലാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അവിടെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആവിയിൽ. പിന്നെ ഇതാ നമ്മുടെ കടല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അരയ്ക്കാനുള്ളതാണ്, തേങ്ങയും കുറച്ച് കടല പിന്നെ മസാല നമ്മൾ സവാളയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് അരച്ചിട്ട് ഇതാ ചാറ് കലക്കി വെച്ചു കേട്ടോ. അപ്പോൾ അരച്ച് ഇതിൽ ഒഴിച്ചും കഴിഞ്ഞു കേട്ടോ. ഞാൻ അത് അരച്ചതൊന്നും കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ ഇത് നമുക്ക് ചോറിനും പിന്നെ മെയിനായിട്ട് ഇടിയപ്പം അതുപോലെ ചപ്പാത്തി ഇഡ്ഡലി ദോശ എന്തിനു വേണമെങ്കിലും ഈ കറി സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ.
ഇതുപോലെ വെച്ച് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും തോന്നണം വെക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ ആ പാത്രം കണ്ടില്ലേ, അത് ഏട്ടന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഓഫീസിൽ എന്താ പറയുക, ന്യൂ ഇയർ ഫ്രണ്ട് തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് ഏട്ടന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ടായിരുന്നു. 2 ദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും 2 ദിവസത്തിലൊരിക്കലാണ് വാഷിംഗ് മെഷീനിൽ അലക്കാറ് കേട്ടോ. പിന്നെ കുറച്ച് ഇടയിൽ പുതിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് അലക്കിയിടും. അപ്പോൾ ഇന്ന് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. പിന്നെ കുറച്ച് തുണികൾ പുറത്ത് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി കളർ ഇളകണതും അതുപോലെ തന്നെ ഇത്തിരി ചളിയുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് അലക്കുകയാണ്. അപ്പോൾ അതൊന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണ്. ഇനി മോള് സ്കൂളിൽ പോയ ശേഷം ഇതൊന്ന് അലക്കിയിടണം. അപ്പോഴേക്കും അതൊന്ന് മുക്കി വയ്ക്കാൻ വിചാരിച്ചു. പിന്നെ ഇനി മോൾക്ക് യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ പിന്നെ മോൾ പോയി റെഡി ആയിക്കോളും. പിന്നെ അവൾക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. അങ്ങനെ കേട്ടോ. പിന്നെന്താ, പിന്നെ ഷോപ്പൊക്കെ നേരത്തെ തുറന്നു വെച്ചു കേട്ടോ. ആ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ മോൾ റെഡി ആയിട്ടോ. പിന്നെ സ്കൂളിൽ പോകാനൊക്കെ സമയമായി. 9:30 ബസ് വരുള്ളൂ കേട്ടോ. 9:30 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം മോൾ സ്കൂളിലേക്കൊക്കെ പോയിട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ കുറേ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയൊക്കെ വലിച്ചിട്ട് വന്നു കേട്ടോ തൊടിയിൽ നിന്ന്. അപ്പോൾ ഇത്തിരി ഉപ്പേരി വെക്കാനായിട്ട് കുറച്ച് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് മാത്രം തന്നെ കേട്ടോ, ഇവിടെ വേറെ ആരും കഴിക്കില്ല. കണ്ണമ്മ ചേച്ചിക്കൊന്നും പിന്നെ ഇഷ്ടമല്ല, കഴിക്കില്ല കേട്ടോ. പിന്നെ മോളും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ എനിക്ക് മാത്രം കുറച്ചെടുത്തിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങനെ വറുക്കണമെന്ന് വെച്ചാൽ ഉള്ളി, ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി അതൊന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് വറുക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ഇടുന്നില്ല. വെറുതെ പച്ചമുളക് ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, അപ്പം അങ്ങനെയൊക്കെ മതി വിചാരിച്ചു. ഇപ്പം അങ്ങനെ മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത്. സിമ്പിളായി വെക്കുന്ന കറികളാണ് കേട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടം. നമുക്ക് അധികം പണിയുമില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാ കുറച്ച് ഉപ്പും പിന്നെ 2-3 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനൊന്ന് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ചിക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അപ്പോഴേ അത് കട്ട പിടിക്കാണ്ടിരിക്കുള്ളൂ. അപ്പോൾ വേവണ വരെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇത് വൈകുന്നേരത്തെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. മോളിതാ സ്കൂളിൽ വിട്ട് വന്നതും അവളുടെ എന്തോ സ്കൂളത്തെ മെസ്സേജ് എന്താ നോക്കണം പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം അവൾക്ക് വിശക്കണു പറഞ്ഞു. സ്കൂൾ വിട്ട് വന്നതും ഒരു വിശപ്പാണല്ലോ. അപ്പോൾ ചെറുപയർ ദോശയ്ക്ക് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. അപ്പോൾ അത് മാവ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ കടലക്കറി ഉണ്ടല്ലോ, അപ്പോൾ അത് മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെറുപയർ ദോശയൊക്കെ ഉണ്ടാക്കി ഇത് മോൾക്ക് കഴിക്കാൻ കൊടുത്തു. പിന്നെ അവിടെ നിന്ന് അടിച്ചു വാരണമായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം സമയത്താണ് ഞാൻ അന്ന് അടിച്ചു വരുന്നത്. ഇന്ന് രാവിലെ അടിച്ചില്ല കേട്ടോ. ഷോപ്പിൽ നിന്ന് കുറച്ച് ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടുക്കള മാത്രം ക്ലീൻ ആക്കി കഴിഞ്ഞു രാവിലെ തന്നെ. പിന്നെ ഇവിടെ ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടേക്കൊന്ന് വൈകുന്നേരം അടിച്ചു വിടുകയാണ് കേട്ടോ. പിന്നെ തുടയ്ക്കണമെന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡെയിലി തുടയ്ക്കില്ല, ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം തുടയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വെറുതെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിക്കുകയാണ്. തുടയ്ക്കുകയാണെങ്കിൽ അത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അടിക്കൽ മാത്രമല്ല, അതുകൊണ്ട് തന്നെ പിന്നെ വൈകുന്നേരം തന്നെ ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു കേട്ടോ. മോള് 4:15 വന്നു. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി മേല് കഴുകിയിട്ട് കഴിക്കുക പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. ഭയങ്കര വിശപ്പ് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും കഴിച്ചിട്ട് ശരി എന്നാൽ പിന്നെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മേല് കഴുകാൻ പറഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചൂലും വാങ്ങിച്ചു കേട്ടോ. കുറേ പേര് ചൂലൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 5-6 ചൂലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് പോട്ടുകൾ എല്ലാം കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. പിന്നെ രാവിലെ വാഷിംഗ് മെഷീനിൽ ഇട്ടതില്ലേ, എപ്പോഴത്തെയും പോലെ ഇന്നും ഞാൻ മറന്നു കേട്ടോ വിരിച്ചിടാൻ. പിന്നെ അതാ വൈകുന്നേരമാണ് വിരിച്ചിടുന്നത്. അപ്പോൾ എന്താ പറയുക, ഡ്രൈ ആയതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിൽ ഡ്രൈ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
എന്നാലും ഈ ഒരു മറവി ഭയങ്കര ഒരു മറവിയാണ് കേട്ടോ, കുറേ ദിവസമായി. ഒരു മിനിറ്റാ. പിന്നെ മോള് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഷോപ്പൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോഴേ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ പഴയ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി തുടച്ച് വൃത്തിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും പുതിയ സാധനങ്ങളൊക്കെ വന്നതല്ല, അപ്പോൾ പഴയതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒപ്പമാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളും കുറച്ച് നേരം കൂടിയിട്ടോ സഹായിക്കാൻ. സാധനങ്ങളൊക്കെ പുറത്തൊന്നും കൊണ്ടുവയ്ക്കണ്ടേ, അപ്പോൾ എല്ലാം പുറത്ത് കൊണ്ടുവയ്ക്കാൻ മോളും കൂടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചു. പിന്നെ അതെല്ലാം കാലിയാക്കിയിട്ടോ, അത് റാക്ക് മൊത്തം കാലിയാക്കിയിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ ഒന്ന് എല്ലാം അവിടെ ഒന്ന് അടിച്ചു വിടണം. താഴെയൊക്കെ ഇലകളും എല്ലാം കിടക്കുന്നുണ്ട് കേട്ടോ. മാറാലൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിയ ശേഷം പഴയ സാധനങ്ങളൊക്കെ തുടച്ച് ഓരോന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം വെക്കാൻ. കുറേ സാധനങ്ങൾ സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കി കഴുകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു പണിയായിരുന്നു കേട്ടോ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കൽ. അപ്പോൾ ഇതാ അങ്ങനെ ലാസ്റ്റത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇത് ഒരുപാട് സമയം എടുത്തു കിട്ടുമെന്ന് ഷോപ്പ് അടയ്ക്കാൻ. 9 മണിയായി. പിന്നെ ഷോപ്പൊക്കെ അടച്ച് വന്ന് പിന്നെ രാത്രിക്കുള്ളത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ മാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് മാവ് കടയിൽ നിന്ന് വാങ്ങിയിട്ടോ. അപ്പോൾ അത്യാവശ്യമൊക്കെ ആണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കും മാവ്, അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പാക്കറ്റ് മാവ് വാങ്ങിച്ച് പിന്നെ അത് ഇഡ്ഡലി ഒഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് പക്ഷേ കറിയില്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കടലക്കറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. പിന്നെ അത് കണ്ണം ചേച്ചിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇഡ്ഡലിക്ക് പൊടി വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞാൻ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് മോള് കഴിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, പൊടി ഇഡ്ഡലി പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ താളിച്ചിട്ട് ഇഡ്ഡലി ചെറിയ പീസുകളാക്കിയിട്ട് കടുക് താളിച്ച് ഇഡ്ഡലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇളക്കുക കേട്ടോ നെയ്യിൽ. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത് കേട്ടോ. മോൾക്കത് വേണോ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു. അവൾക്ക് വെറുതെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതുപോലെ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ മോള് കൊണ്ടുപോയി അത് കഴിച്ചു. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലിപ്പൊടിയല്ല പൊടി ഇഡ്ഡലി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിന് ഇഡ്ഡലിനൊക്കെ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റാനിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ വഴറ്റിയതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലിപ്പൊടി കണ്ടില്ലേ, അതിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വിടുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ, ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മസാലയല്ല ഇഡ്ഡലിപ്പൊടിയിൽ ഇഡ്ഡലിയിൽ നന്നായി പിടിക്കുന്ന പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പൊടി ഇഡ്ഡലി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അന്നൊരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എപ്പോഴൊന്നും ഉണ്ടാക്കില്ല, എപ്പോഴെങ്കിലും ഇതുപോലെ കറിയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ അതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇന്ന് രാത്രിത്തെ ഫുഡ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.